ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ അല്ലെ. റോസ പാർക്സ് അവിടെ തന്നെ ഇരിക്കുകയാണ് അല്ലെ, ചലിക്കുന്നില്ല അല്ലെ, അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കഥയുടെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് അല്ലെ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what was the only thought in Rosa Parks' mind has she left her workplace? അല്ലെ, അവളുടെ വർക്ക് പ്ലേസിൽ നിന്നും ജോലി പ്ലേസ് ഏതായിരുന്നു? ഒരു ഡ്രസ്സ് കടയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അല്ലെ. അവിടെ നിന്നും പോരുമ്പോൾ അന്നത്തെ ജോലി കഴിഞ്ഞ് പോരുമ്പോൾ അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അതെന്തായിരുന്നു എന്നാണ് ചോദ്യം. നോക്കാം. After the heavier work of the day, Rosa Parks want to sit down. സിമ്പിൾ ആണ് അല്ലെ. എന്തായിരുന്നു മക്കളെ? അന്നത്തെ ഹെവി ആയിട്ടുള്ള, എന്നും ചെയ്യുന്നതിൽ കൂടുതൽ ഹെവി ആയിരുന്നു അന്നത്തെ വർക്ക് അല്ലെ. അപ്പൊ അന്നത്തെ ഹെവി വർക്കിന് ശേഷം റോസ പാർക്സിന് ഒരേ ഒരു കാര്യം മാത്രമേ ചിന്തയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഷി വാണ്ട് ടു സിറ്റ് ഡൗൺ. അവൾക്കൊന്ന് ഇരിക്കണം അല്ലെ. അത്രേ ഉള്ളൂ അല്ലെ മക്കളെ. സിമ്പിൾ ആണ്. അവർക്കൊന്ന് ഇരിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ ആ ഒരു ചിന്ത കേട്ടോ. Second question, what was the only thing that the Daver knew about Rosa Parks? അല്ലെ, ഡേവർക്ക് റോസ പാർക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ട. പേരറിയണ്ട, നാടറിയണ്ട, ജോലി അറിയണ്ട, ഒന്നും അറിയണ്ട. ആൾക്ക് അറിയേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യമാണ്. അത് ആള് നോക്കിക്കാണ്ട് വിലയിരുത്തി അറിഞ്ഞും ചെയ്തു അല്ലെ. അതെന്തായിരുന്നു നോക്കാം മക്കളെ. The Daver understood that she was not a white. മതി അല്ലെ, അത്രമാത്രം മതിയായിരുന്നു. അവൾ എന്തല്ല, അവളൊരു വൈറ്റ് അല്ല എന്നുള്ളത് ഫേസിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലെ. സോ ഡേവർ ഡേവർക്ക് മനസ്സിലായി. ഡേവർക്ക് അത് മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ. ഷി വാസ് നോട്ട് എ വൈറ്റ്. അവളൊരു വൈറ്റ് കാരിയല്ല എന്നുള്ളത്. ഓക്കെ, വെള്ളക്കാരിയല്ല എന്നുള്ളത്. വാട്ട് വാസ് എ റൂൾ ഇൻ ദ ബസ്? ആ ബസ്സിലെ നിയമം എന്തായിരുന്നു? ആ ബസ്സിലെ നിയമം മക്കളെ? എന്തായിരുന്നു എന്ന് പറഞ്ഞേ. The rule was simple and clear അല്ലെ. സിമ്പിൾ അല്ലെ. റൂൾ വളരെ സിമ്പിളും ക്ലിയറും ആയിരുന്നു അല്ലെ. വളരെ ലളിതമായിട്ടുള്ള, വളരെ വൃത്തിയായി ക്ലിയർ ആയിട്ടുള്ള ഒരു നിയമമായിരുന്നു ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, എന്തായിരുന്നു? ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ്സ് വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. എന്താണ്? ബ്ലാക്ക് പാസഞ്ചേഴ്സ് എണീറ്റ് കൊടുക്കണം, അവരുടെ സീറ്റ് ഉപേക്ഷിച്ചു കൊടുക്കണം. എപ്പോൾ? വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. വൈറ്റ് പാസഞ്ചേഴ്സ് കയറി വരുമ്പോൾ ബ്ലാക്ക് പാസഞ്ചേഴ്സ് അവരുടെ സീറ്റ് ഉപേക്ഷിച്ച് മാറിക്കൊടുക്കണം. വളരെ സിമ്പിൾ അല്ലെ നിയമം. ഓക്കെ. Then fourth question, what happened when the bus was about to start? അല്ലെ, ബസ് സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ എന്താണ് സംഭവിച്ചത് അല്ലെ. സ്റ്റാർട്ട് ചെയ്ത് മുഴുവല്ല, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ആ ടൈമിൽ എന്താണ് സംഭവിച്ചത്? when the warning bell rang അല്ലെ, ബെല്ലടിച്ചപ്പോൾ, ബസ് പോവാനുള്ള ബെല്ലടിച്ചപ്പോൾ പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ അല്ലെ. പാസഞ്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? അതിലോട്ട് ഓടിക്കയറി അല്ലെ. മെനി ഓഫ് ദം were white Americans. അതിൽ കൂടുതൽ ആളുകൾ എന്തായിരുന്നു മക്കളെ? വൈറ്റ് അമേരിക്കക്കാരായിരുന്നു അല്ലെ. all the sitting black passengers gave up their seat except Rosa അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? ആ ബസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ ബ്ലാക്ക് പാസഞ്ചേഴ്സും എന്ത് ചെയ്തു? അവരുടെ സീറ്റിൽ നിന്നും മാറിക്കൊടുത്തു, എണീറ്റ് കൊടുത്തു. എക്സെപ്റ്റ് റോസ പാർക്സ് ഒഴികെ എല്ലാവരും എണീറ്റ് കൊടുത്തു. A white passenger standing at the door looked at her അല്ലെ. ഒരു വൈറ്റ് പാസഞ്ചർ ഡോറിന്റെ അവിടെ നിന്നിട്ട് വളരെ ഒന്നൊന്നര നോട്ടം നോക്കുന്നുണ്ട്. ആരെ? നമ്മുടെ റോസ പാർക്സിനെ. ഓക്കെ. The Daver ordered Rosa to stand up and give her seat to the white man. ഡേവർ എന്ത് ചെയ്യുന്നു? ഓർഡർ പറയുന്നുണ്ട്, അദ്ദേഹം ആജ്ഞാപിക്കുന്നുണ്ട്. അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. ആർക്ക്? വൈറ്റ് മാനിന് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ബട്ട് റോസ ഡിഡ് നോട്ട് ഗെറ്റ് അപ്പ്. പക്ഷെ റോസ എന്ത് ചെയ്തില്ല? അവിടുന്ന് എണീറ്റില്ല. ദ ഡ്രൈവർ ഗോട്ട് ഓഫ് ദ ബസ് ആൻഡ് ബ്രോട്ട് ദ പോലീസ് അല്ലെ. അവിടെ ഡ്രൈവർ ബസ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലീസിനെ വിളിച്ചു കൊണ്ടുവന്നു. ദ പോലീസ് അറസ്റ്റഡ് റോസ പാർക്സ്. പോലീസ് എന്ത് ചെയ്തു മക്കളെ? റോസ പാർക്സിനെ അറസ്റ്റ് ചെയ്തു. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, why was Rosa arrested? എന്തുകൊണ്ടാണ് റോസ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? റോസ പാർക്സ് refused to give up her seat for a white passenger even after driver asked her to get up അല്ലെ. ഡ്രൈവർ അവളോട് ബസ്സിൽ സീറ്റിൽ നിന്ന് എണീറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പോലും ഒരു വൈറ്റ് പാസഞ്ചറിന് വേണ്ടി അവൾ അവളുടെ സീറ്റ് എണീറ്റ് കൊടുത്തില്ല. അവൾ അത് നിഷേധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്.
Okay, so he brought the police in and they arrested Rosa as he had broken law. അല്ലെ, ഇയാള് പോലീസുകാരനെ വിളിച്ചു കൊണ്ടുവന്നു, അവർ റോസയെ അറസ്റ്റ് ചെയ്തു, നിയമം ലംഘിച്ചതിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അല്ലെ, ബ്രോക്കൺ ദ ലോ, നിയമം ലംഘിച്ചതിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ക്ലിയർ? 6th question. Why did the black people decided to fight with the bus company? എന്തുകൊണ്ടാണ് ബ്ലാക്ക് പീപ്പിൾ, അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്ക് പീപ്പിൾസ് ബസ് കമ്പനിക്കെതിരെ പോരാടാൻ തീരുമാനിച്ചത്? അവരെന്തുകൊണ്ടാണ് ബസ് കമ്പനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? When the black people of the Montgomery heard about the Rosa Parks arrest, അല്ലെ, മോൺഗമറിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് റോസ പാർക്സിന്റെ അറസ്റ്റിനെ കുറിച്ച് അറിഞ്ഞു. Then soon decided to fight for her freedom. അവളുടെ ഫ്രീഡത്തിന്, അവരുടെ ജയിലിൽ നിന്നും ജയിൽ മോചിതനാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. They decided to fight with the bus company. അവരെന്ത് ചെയ്തു? ബസ് കമ്പനിയുമായിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ബ്ലാക്ക് പീപ്പിൾ ബോയ്കോട്ടഡ് ദ ബസ്സസ്. കാരണം അവിടെ എന്തായിരുന്നു, അവർക്ക് പോലീസുകാരായിട്ട് ഫൈറ്റ് ചെയ്താൻ അവർക്ക് കഴിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ബസ് കമ്പനിക്കാരുമായിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്. ബ്ലാക്ക് പീപ്പിൾ ബോയ്കോട്ടഡ് ദ ബസ്സസ്. സോ അവരെന്ത് ചെയ്തു? എല്ലാ ബ്ലാക്ക് പീപ്പിൾസും, ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാ ബ്ലാക്ക് പീപ്പിൾസും എന്ത് ചെയ്തു? അവര് ബോയ്ക്കോട്ട് ചെയ്തു, ബസ്സുകൾ അവര് ബഹിഷ്കരിച്ചു, ബസ്സിൽ കയറില്ല എന്നുള്ള ഒരു തീരുമാനം അവർ എടുത്തു. ക്ലിയർ? 7th question. How did the black passengers support the boycott? അല്ലെ, എങ്ങനെയാണ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് സപ്പോർട്ട് ദ ബോയ്ക്കോട്ട്, ആ ബഹിഷ്കരണത്തെ അവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? അല്ലെ, ബസ് ബഹിഷ്കരിക്കുന്ന ആ ബഹിഷ്കരണം ഉണ്ടല്ലോ, അതിന് അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. The black passengers boycotted the buses. They decided to, they will not use the city buses and Rosa is free. അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? റോസ ഫ്രീ ആവുന്നത് വരെ അവരൊരിക്കലും ബസ്സിൽ യൂസ് ചെയ്യില്ല, ബസ്സിൽ യാത്ര ചെയ്യില്ല. ബസ് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താ? ബസ്സിൽ യാത്ര ചെയ്യില്ല. ഐ മീൻ റോസ പാർക്സ് ഫ്രീ ആവുന്നത് വരെ അവരൊരിക്കലും ബസ്സിൽ യാത്ര ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവരങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്. ഓക്കെ, ഇൻസ്റ്റഡ് അതിന് പകരം they went to work in private cars and shared the fire of the tax. അവരെന്ത് ചെയ്യും? അവർ ജോലിക്ക് പോകും. എങ്ങനെ പോകും? പ്രൈവറ്റ് കാറുകൾ വിളിച്ചിട്ട് അവർ ജോലിക്ക് പോകും. ആൻഡ് ഷെയർ ദ ഫയർ ഓഫ് ദ ടാക്സ്, ഇല്ലേ? എന്നിട്ട് അവരെന്ത് ചെയ്യും? ആ ടാക്സിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതിന് കൊടുക്കേണ്ട പൈസ അവരെന്ത് ചെയ്യും? ഷെയർ ചെയ്തിട്ട് ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കൊടുക്കും. ക്ലിയർ? 8th question. What was the judgment given by the Supreme Court? സുപ്രീം കോർട്ടിലെ ജഡ്ജ്മെന്റ് എന്തായിരുന്നു? സുപ്രീം കോടതിയിലെ ജഡ്ജ് എന്താണ് പറഞ്ഞത്? അവരുടെ ജഡ്ജ്മെന്റ് എന്തായിരുന്നു? The judges of the Supreme Court said that the segregation was unlawful in public transportation service. അല്ലെ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, ഒരു പൊതുവായിട്ടുള്ള ഒരു ഗതാഗത മാർഗത്തിൽ, ഒരു പൊതുഗതാഗത മാർഗത്തിൽ ഒരിക്കലും സെഗ്രിഗേഷൻ എന്താണ്? ലോഫുൾ ആണ്. അല്ലെ, ആ വേർതിരിവ് എന്താണ് മക്കളെ? അതെന്താണ്? അൺലോഫുൾ ആണ്. അല്ലെ, നിയമത്തിന് എതിരാണ്. അല്ലെ, അൺലോഫുൾ ആയിട്ടുള്ളത് ഒന്നാണ്. They said it was against the law of the country. അതെന്താണ്? രാജ്യത്തിന്റെ നിയമത്തിന് എതിരെയാണ്, അത് അൺലോഫുൾ ആണ്, അത് അൺഫെയർ ആണെന്നാണ് അവര് പറഞ്ഞത്. ഓക്കെ, what do you think was the reason for the success of the boycott? അല്ലെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ആ ബഹിഷ്കരണത്തിന്റെ സക്സസിന്റെ റീസൺ എന്താണ്? അല്ലെ, ബഹിഷ്കരണം എങ്ങനെ സക്സസ് ആയോ? ആ ബസ് ബഹിഷ്കരിച്ചതിന്റെ റീസൺ, അത് സക്സസ് ആവാനുള്ള റീസൺ എന്താണ്? അത് സക്സസ് ആയോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് ചോദ്യം. The cooperation among the black American is the reason behind the success of the boycott. അല്ലെ, അപ്പൊ ആ ബസ് ബഹിഷ്കരണം സക്സസ് ആയതിന്റെ പിന്നിലെ രഹസ്യം എന്താ മക്കളെ? ഒന്നുമല്ല, അല്ലെ, കോപ്പറേഷൻ ആണ്. അല്ലെ, പരസ്പരമുള്ള സഹകരണം. അവർ പരസ്പരമുള്ള ഒരു സഹകരണം. അല്ലെ, ആ ബ്ലാക്ക് പാസഞ്ചേഴ്സ് എല്ലാവരും, ബ്ലാക്ക് യാത്രക്കാരെല്ലാവരും ഒന്നിച്ചെടുത്തിട്ടുള്ള ആ തീരുമാനം, അവരുടെ ആ കൂട്ടുകെട്ട്, അവരുടെ ആ ഒത്തൊരുമ, അവരുടെ ആ സഹകരണ മനോഭാവമാണ് എന്ത് ചെയ്തത്? അതിന്റെ പിന്നിലെ സക്സസിന്റെ പിന്നിലെ റീസൺ. ഓക്കെ, the cooperation among the black Americans, black Americansന്റെ ഇടയിലുള്ള ആ ഒരു കോപ്പറേഷനുമാണ് റീസൺ ബിഹൈൻഡ് ദ സക്സസ്. സക്സസിന്റെ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ആ ഒരു സക്സസിന്റെ പിന്നിലെ റീസൺ എന്ന് പറയുന്നത് അവരുടെ കോപ്പറേഷൻ ആണ്. അല്ലെ, ഓക്കെ, then moreover the most of the bus passengers were, അതിനും അപ്പുറം അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ അത് മാത്രമല്ല, most of the bus passengers were blacks. അല്ലെ, ആ നാട്ടിലെ അവിടെ ഏറ്റവും കൂടുതൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പാസഞ്ചേഴ്സ് ആരായിരുന്നു? ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആയിരുന്നു. അല്ലെ,
വിത്തൗട്ട് ദം ദ ബസ് റൺ ഓൾമോസ്റ്റ് എംപ്റ്റി അല്ലെ. വൈറ്റ് പാസഞ്ചേഴ്സിനാൽ കൂടുതൽ ഉണ്ടായിരുന്നത് അവിടെ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരില്ലാതെ യാത്ര ചെയ്യുമ്പോൾ അധികം ബസ്സും എങ്ങനെയായിരുന്നു യാത്ര ചെയ്യുന്നത്? എംപ്റ്റി ആയിരുന്നു, ശൂന്യമായിട്ടായിരുന്നു അധികം ബസ്സും യാത്ര പോയിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഒന്ന് ഇവരുടെ മൊത്തത്തിലുള്ള തീരുമാനവും അവരുടെ ആ മനസ്സ് കൊണ്ടുള്ള കോർപ്പറേഷൻ മനോഭാവം അല്ലെ, എല്ലാവരുടെയും ഒന്നിച്ചുള്ള സഹകരണ മനോഭാവം. കൂടാതെ ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആയിരുന്നു ബസ്സിൽ പോവാണ്ടായിരുന്നത്. അപ്പൊ അവര് ബസ്സിൽ കയറാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും? ബഹിഷ്കരണം. തീർച്ചയായിട്ടും നഷ്ടങ്ങൾ വരുമ്പോൾ അത് സക്സസ് ആവുക തന്നെ ചെയ്യും. ഓക്കെ, 10th question. There are other stories of such courageous men and women who change the life of the million. Recollect and write any of them. അല്ലെ, ഇപ്പൊ റോസ പാർക്സ് പറഞ്ഞല്ലോ, ഇവര് ലൈഫ് മാറ്റിമറിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിമറിച്ചിട്ടുള്ള ഒരു കറേജ് ആണ് അവർ കൊടുത്തത് അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് പല കാര്യങ്ങളോട് പൊരുതാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനൊക്കെ അവർക്ക് ധൈര്യം കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളും അവരുടെ കഥകളും ഒക്കെ ഉണ്ട് അല്ലെ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിലൊരാള് നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ്. വളരെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ പറയുന്നുണ്ട്, മലാല യൂസഫ്. നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടാവില്ലേ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പൊരുതിയ വ്യക്തിയായിരുന്നു അല്ലെ. മലാല യൂസഫലി ഇസ് ദ യങ്ങസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ ആയിരുന്നു അല്ലെ. ഏറ്റവും ചെറിയ പ്രായക്കാരിയായിട്ടുള്ള നോബൽ പ്രൈസ് വിന്നർ ആണ് മലാല. ഇസ് ദ പാകിസ്ഥാനി ഗേൾ അല്ലെ, ഒരു പാകിസ്ഥാനി പെൺകുട്ടിയാണ്. വെർ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് പ്രൊവൈഡഡ് ടു ദ ഗേൾ ചൈൽഡ് അല്ലെ. പാകിസ്ഥാനി പെൺകുട്ടിയായിരുന്നു. അവരുടെ നാട്ടില് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദിച്ചിട്ടില്ലായിരുന്നു, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലായിരുന്നു. ഷി ക്യാമ്പയിൻ ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ ഗേൾ ചിൽഡ്രൻ, പെർട്ടിക്കുലർലി ദർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ. അവരെന്ത് ചെയ്തു? അവർ ക്യാമ്പയിൻ ചെയ്തു അവിടുത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവര് പോരാടി. മലാല ഗീവ് വോയിസ് ടു ഓൾ ദ വോയിസ്ലെസ് മില്യൺസ് അറൌണ്ട് ദ വേൾഡ്. അവര് മലാലയുടെ വോയിസ് ലോകത്തിലെ പല ആളുകളുടെയും വോയിസ് ആയിട്ട് മാറി. ആൻഡ് എക്സ്ഹോർട്ടഡ് ദ വേൾഡ് ടു അക്നോളജ് ടു ദ പവർ ഓഫ് ദ എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി അല്ലെ. അവരെന്ത് കൊടുത്തു? വിദ്യാഭ്യാസത്തിന്റെ പവർ അല്ലെ, എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസും അതേപോലെ ഈക്വാലിറ്റി ഇൻ ജെൻഡർ അല്ലെ. ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് ഇല്ല എന്ന് പറയുന്ന പോലെ അല്ലാത്ത ജെൻഡർ ഈക്വാലിറ്റി അല്ലെ, രണ്ടുപേർക്കും വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു ഈക്വാലിറ്റിയെ കുറിച്ചും അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ പവറിനെ കുറിച്ചും പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം നേടിക്കൊടുത്തും എല്ലാം അവരെന്ത് ചെയ്തു? ഒരുപാട് ആളുകളുടെ കറേജിന് എന്ത് ചെയ്തു? ഒരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ ആയി അവരെന്ന് പറയുന്നത് അല്ലെ. ക്ലിയർ? ആക്ടിവിറ്റി ആണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റി ഒന്നുമില്ല, വളരെ 1-2 ആക്ടിവിറ്റി അല്ലെ, ഒരൊറ്റ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ അല്ലെ മക്കളെ. What were the events that led to the historic judgment of the Supreme Court? Complete a flow chart given അല്ലെ. അതില് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? ഈ നിയമം തെറ്റാണ്, ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരെയാണ് ആ ലോ ഉള്ളത് എന്ന് അവർ പറഞ്ഞു അല്ലെ. അപ്പൊ അതുവരെ അങ്ങനെ ഒരു അവിടെ പറയുന്നത് വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അല്ലെ, അതിലോട്ട് നയിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വരിക്ക് ചെറിയ ചെറിയ ഇവന്റ്സ് ആയിട്ട് പറയാൻ കേട്ടോ. നോക്കാം. Rosa Parks boarded a bus and sat down in the nearest അല്ലെ. റോസ പാർക്സ് എന്ത് ചെയ്തു? ഒരു ബസ്സിൽ കയറി, എന്നിട്ട് എന്ത് ചെയ്തു? അതിലിരുന്നു, വളരെ നിയറസ്റ്റ് ആയിട്ടല്ലേ. അവർ കയറിയ ഉടനെ ആ ഡോറിന്റെ അടുത്തുള്ള ഒരു സീറ്റിൽ ഇരുന്നു. അത് ഫസ്റ്റ് അല്ലെ. When the warning bell rang, the passengers rushed അല്ലെ. വാർണിംഗ് ബെല്ലടിച്ച് ബസ് പോകാനുള്ള ബെല്ലടിച്ചതോടുകൂടി പാസഞ്ചേഴ്സ് ഒന്നായിട്ട് ബസ്സിലോട്ട് അങ്ങ് ഓടിക്കയറുകയാണ് കേട്ടോ. A white passenger standing at the door looked at her അല്ലെ. ഒരു വൈറ്റ് പാസഞ്ചർ ഡോറിന്റെ അവിടെ നിന്നിട്ട് അവളെ നന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. The driver ordered Rosa to stand up and give her seat to the white man അല്ലെ. ഡ്രൈവർ വന്നിട്ട് എന്തോ ഓർഡർ പറഞ്ഞു, അവിടെ നിന്ന് എണീക്ക് റോസ അല്ല, റോസ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ, പേരറിയില്ലല്ലോ അല്ലെ. അപ്പൊ അവിടെ നിന്ന് എണീക്ക്, എന്നിട്ട് ആ സീറ്റ് വൈറ്റ് മാനിന് കൊടുക്കൂ എന്ന് അവര് ഓർഡർ ചെയ്തു കേട്ടോ. The police arrested Rosa Parks and it became a big issue അല്ലെ. ഡ്രൈവർ പിന്നീട് പോയിട്ട് പോലീസുകാരൊക്കെ വിളിച്ചു വന്നപ്പോ പോലീസ് എന്ത് ചെയ്തു? റോസ പാർക്സിനെ അറസ്റ്റ് ചെയ്തു. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറില്ലേ. മൊത്തത്തിൽ അതെന്ത് ചെയ്തു? സ്പ്രെഡ് ആയില്ലേ. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറി.
ബ്ലാക്ക് അമേരിക്കൻസ് ബോയ്കോട്ടഡ് ദ ബസ്സസ് അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബ്ലാക്ക് അമേരിക്കക്കാരെല്ലാവരും, ബ്ലാക്ക് വർഗത്തിൽപ്പെട്ട എല്ലാവരും, ബ്ലാക്ക് അമേരിക്കൻസ് എല്ലാവരും എന്ത് ചെയ്തു, ബസ്സുകൾ അല്ലെ, ബസ്സുകൾ ബഹിഷ്കരിച്ചു. ഓക്കെ, ദ സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് സെഗ്രിഗേഷൻ ഈസ് അൺലോഫുൾ അല്ലെ, സുപ്രീം കോർട്ട് പറഞ്ഞു എന്ത്, ആ ബസ്സിലുള്ള ആ വേർതിരിവ് അല്ലെ, ആ സെഗ്രിഗേഷൻ എന്താണ്, അത് അൺലോഫുൾ ആണ്, അത് അൺഫെയർ ആണെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് അല്ലെ. വളരെ മനോഹരമായിട്ടുള്ള സ്റ്റോറിയാണ്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, റോസ പാർക്സ് എന്നത്തെയും പോലെ ജോലികളൊക്കെ ചെയ്ത് വളരെ ടയേർഡായിട്ട് ഒരു ബസ്സിൽ കയറി അവർക്കൊന്ന് ഇരുന്നാൽ മതി എന്നാണ്. പക്ഷെ അവരെന്താണ്, ഒരു ബ്ലാക്ക് പാസഞ്ചർ ആണ്. അപ്പൊ ആ ബസ്സിലുള്ള നിയമം, ആ നാട്ടിലുള്ള നിയമം എന്തായിരുന്നു, വൈറ്റ് പാസഞ്ചേഴ്സ് കയറുമ്പോൾ വൈറ്റ് പാസഞ്ചേഴ്സ് കയറുമ്പോൾ ബ്ലാക്ക് പാസഞ്ചേഴ്സ് എണീറ്റ് കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ ഇവരുടെ ആ ക്ഷീണവും അവരുടെ ചിന്താഗതികളൊക്കെ അവരവിടെ നിന്നും എണീപ്പിച്ചില്ല. അവർക്ക് എന്തിനു ഞാൻ എണീക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. ഡ്രൈവർ വന്നു, അവരോട് പറഞ്ഞു എണീറ്റ് കൊടുക്കാൻ, പക്ഷെ കേട്ടില്ല. അത് നിയമത്തിനെതിരായതുകൊണ്ട് തന്നെ പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്തു. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുകയും ബ്ലാക്ക് അമേരിക്കൻസ് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുകയും, സപ്പോർട്ട് ചെയ്ത രീതി ഏതാന്ന് വെച്ചാൽ അവര് ബോയ്കോട്ട് ബസ്സസ് ആയിരുന്നു അല്ലെ. എന്താണ്, ബസ്സുകൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്തത്. അതാണ് അവർ നോക്കിയ ഒരു സമരമാർഗം. ഒരു വർഷത്തോളം അവരത് അതേപോലെ പിന്തുടരുകയും, ആ ഒരു വർഷത്തോളം ഈ റോസാ പാർക്സ് ജയിലിലായിരുന്നല്ലോ. അപ്പോ ഒരു വർഷത്തിന് ശേഷം അത് വിജയിക്കുകയും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം ഫൈൻ അടക്കാനാണ് അവരുടെ കോർട്ട് പറഞ്ഞതെങ്കിലും അവരുടെ സുപ്രീം കോർട്ടിലെത്തിയപ്പോ അവരെന്തായി, അവർ വിജയിക്കുകയും അത് നിയമത്തിനെതിരെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇങ്ങനെയൊരു നിയമം എന്നുള്ളത് പറയുകയും, അത് രാജ്യത്തിലെ റൈറ്റ്സുകൾക്കും മനുഷ്യന്റെ അവകാശങ്ങൾക്കും രാജ്യത്തിന്റെ നിയമങ്ങൾക്കും എതിരെയാണെന്ന് പറയുകയും ചെയ്തു അല്ലെ. അങ്ങനെ അവസാനം അവര് ലൈഫിൽ അവരും സക്സസ് ആയി. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരൊരു പ്രകാശം കൊണ്ടുവന്നു അല്ലെ. ഒരുപാട് പേർക്ക് അവരുടെ സിവിൽ റൈറ്റ്സുകൾ ചോദിക്കാനും നേടിയെടുക്കാനുമുള്ള ഒരു കറേജ് അവർ നേടിക്കൊടുത്തു. ക്ലിയർ? ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെ. സോ ചാപ്റ്റർ എല്ലാവരും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക. അതുപോലെ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിലെ ആക്ടിവിറ്റി ഒരൊറ്റ ഇവന്റേ ഉള്ളൂ, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.